അപ്പോൾ വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങളെന്ന് മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാന ഉപദേശങ്ങളിൽ പലരും ഇന്ന് തെറ്റിക്കിടക്കുകയാണ്. അതുകൊണ്ട് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ നമ്മളെ പേരിട്ടത്. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് തെറ്റായ പല ധാരണകളുമുണ്ട്. ക്രിസ്തു ഇട്ടിരിക്കുന്ന ശരിയായ അടിസ്ഥാനം മറിച്ച് കളഞ്ഞിട്ട് തെറ്റായ അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന അനേകരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും എന്ന് പറഞ്ഞു. വളരെ സുപ്രധാനമായൊരു വാക്യമാണ് വായിച്ചത്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസം, ക്രൈസ്തവ ജീവിത ശൈലി ഇവയെല്ലാം നങ്കൂരമിട്ടിരിക്കുന്നത് ക്രിസ്തു എന്ന വ്യക്തിത്വത്തിന്മേലാണ്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭാഗിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു. വിണ്ണിലിരുന്നു കൊണ്ട് മണ്ണിലുള്ള മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള വഴി പ്രഖ്യാപനം ചെയ്യാതെ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ മനസ്സിലാക്കി 33.5 തിരുവർഷം ഈ ഭൂമിയുടെ പരപ്പിൽ വസിച്ചു. എന്നാൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി കാൽവറിയുടെ കുലക്കളത്തിൽ പരമയാഗമായി തീർന്നു. അരിമത്തിക്കാരൻ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. 3-ാം ദിവസം തിരുവചനപ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ആകാശത്തിലേക്ക് നോക്കി നിന്ന തൻ്റെ ശിഷ്യന്മാരോട് ദൂതന്മാർ പറഞ്ഞ വാക്യമാണ് നാം ഇന്ന് ചിന്തയ്ക്കാധാരമായിട്ട് വായിച്ചത്. എന്താണ് അവിടെ വായിച്ചത്? കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ 2 ദൂതന്മാർ അവരോട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ പ്രത്യാശയാണ് കർത്താവിൻ്റെ 2ാം വരവ്. ലോകാവസാനത്തിങ്കൽ കർത്താവായ യേശുക്രിസ്തു രാജാതിരാജാവായിട്ട് വരുമെന്ന് ഓരോ ദൈവപൈതലിൻ്റെയും പ്രത്യാശയാണ്. എന്നാൽ കർത്താവ് എപ്പോഴാണ് വരിക? കർത്താവിൻ്റെ വര എപ്രകാരമായിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ പരസ്പര വിരുദ്ധങ്ങളായ മറുപടികളാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പം ചില ആളുകൾ ചോദിക്കുന്നത്, കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മത്തായി 28:20, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ എങ്ങനെ കർത്താവ് 2ാമത് വരുന്നത്? കൂടെയുള്ള കർത്താവ് അങ്ങനെ പിന്നെ 2ാമത് വരുന്നത്? നല്ല ചോദ്യമാണല്ലേ. ചില ആളുകൾ ചോദിക്കുന്നത് മത്തായി 18:20 ഇങ്ങനെ വായിക്കുന്നു. മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. അപ്പോൾ 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവരുടെ നടുവിൽ ആരുണ്ട്? യേശുവുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം കൂടി വരുമ്പോഴൊക്കെ കർത്താവിൻ്റെ ആഗമനം അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെന്തിനാ കർത്താവ് 2ാമത് വരുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് യുക്തിപരമായിട്ട് ശരിയാണെന്ന് തോന്നിയാലും തിരുവചനപ്രകാരം തെറ്റാം. അതെന്താ കാരണം? നമുക്കറിയാം, നമ്മുടെ കർത്താവ് സർവ്വവ്യാപിയാണ്. വചനം പറയുന്ന സ്വർഗം നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരേ സമയത്ത് സ്വർഗത്തിലും ഭൂമിയിലും ഈ അഖിലാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. ഇപ്പോൾ നമ്മളോട് കൂടെയുള്ള യേശുവിൻ്റെ സാന്നിധ്യം അത് ആത്മീയ സാന്നിധ്യമാണ്. എന്നാൽ 2ാം വരവ് അങ്ങനെയല്ല, അത് അക്ഷരീയമായ വരവാണ്. ദൂതന്മാർ അങ്ങനെയല്ലേ പറഞ്ഞത്? എന്താ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങളെങ്ങനെ കണ്ടുവോ അതുപോലെ തന്നെ കർത്താവ് 2ാമത് വരും എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അക്ഷരീയമായി യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം കണ്ടു. അത് അങ്ങനെയാണെങ്കിൽ
ദൂതന്മാർ പറഞ്ഞതനുസരിച്ച് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും എന്ന് പറഞ്ഞാൽ, അക്ഷരീയമായി തങ്ങളുടെ കണ്ണുകൊണ്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോകുന്നത് ശിഷ്യന്മാർ എങ്ങനെ കണ്ടുവോ അതുപോലെ തന്നെ യേശുക്രിസ്തു അക്ഷരീയമായിട്ട് രണ്ടാമത് വരുന്നത് നാം കാണുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ പല ആളുകളും പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. കർത്താവ് വളരെ രഹസ്യമായിട്ട് വന്ന്, ആരും കാണാതെ രഹസ്യമായിട്ട് കള്ളനെ പോലെ വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുമെന്നാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ലോകത്തിലുണ്ട്. ഉപദേശിമാരെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. കള്ളന്മാർ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും കാണാതാ വരുന്നത്. കള്ളന്മാർ എന്തിനാ വരുന്നത്? ഏറ്റവും വിലപ്പെട്ടത് മോഷ്ടിക്കാനാണ്. ദൈവമക്കൾ ഏറ്റവും വിലപ്പെട്ടതായോണ്ട് അവരെ മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് കർത്താവ് വരുന്നത്. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലോകത്തിൽ കേൾക്കുന്നത്. ദൂതന്മാരെന്താ പറഞ്ഞത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും. പിന്നെ ഇത്തരം ഉപദേശങ്ങൾ എവിടുന്നാ വരുന്നത്? പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ യേശുക്രിസ്തു രഹസ്യമായിട്ടാണോ പരസ്യമായിട്ടാണോ വരുന്നതെന്ന് പരിശോധിക്കാം. കള്ളനെ പോലെ ആരും കാണാതെ വന്ന് വിശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണോ? നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ വെളിപ്പാട് പ്രവചനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം പോലുള്ള ചില വാക്യങ്ങൾ വായിച്ചിട്ടാണ് യേശുക്രിസ്തു കള്ളനെ പോലെ വരുമെന്ന് ആളുകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ വാക്യങ്ങളുടെ തുടർച്ച നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കർത്താവല്ല കള്ളനെ പോലെ വരുന്നത്, പിന്നെയോ കർത്താവിൻ്റെ വരവിൻ്റെ ദിവസമാണ് കള്ളനെ പോലെ വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചില വാക്യങ്ങൾ പരിശോധിച്ച് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 24, 42 മുതൽ 44 വരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങളും നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. വാക്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ കർത്താവ് കള്ളനെ പോലെ വരുന്നത് കൊണ്ട് എന്നല്ല, നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട്. അപ്പൊ കള്ളനെ പോലെ വരുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ദിവസമാണ്. ഇപ്പം കള്ളൻ വരുന്ന യാമം എന്നതെന്ന് നമുക്ക് വീട്ടിടാൻ അറിയാമെന്നുണ്ടെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും വീട് തുറപ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ കർത്താവല്ല കള്ളനെ പോലെ വരുന്നത്, പിന്നെയോ കർത്താവിൻ്റെ വരവിൻ്റെ ദിവസമാണ് കള്ളനെ പോലെ വരുന്നത്. വീണ്ടും അടുത്തൊരു വാക്യം നോക്കാം. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പം കള്ളൻ രാത്രിയിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് വരുന്നു എന്നല്ല എഴുതിയേക്കുന്നത്, പിന്നെയോ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പം കള്ളനെ പോലെ വരുന്നത് എന്താണ്? കർത്താവിൻ്റെ വരവിൻ്റെ നാൾ വരുന്നു. അപ്പം ഏത് ദിവസമാണ് കർത്താവ് വരുന്നത് നമുക്കറിയത്തില്ല. ആ കർത്താവിൻ്റെ വരവിൻ്റെ ദിവസമാണെന്ത്? കള്ളനെ പോലെ വരുന്നത്. അടുത്തൊരു ഉദാഹരണം 3, വെളിപ്പാട് 3:3. വെളിപ്പാട് 3:3 എന്താ പറയുന്നത്? ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എന്താ മനസ്സിലായി? ഇപ്പം കള്ളൻ വരുന്നത് 7 നാഴികയ്ക്കാണ്, ഏത് ദിവസം നമുക്കറിയത്തില്ല. അതുപോലെ ആ കർത്താവ് വരുന്നത് അല്ല. കർത്താവ് കള്ളനെ പോലെ പാത്തും പതിക്കും വരുന്നതല്ല, പിന്നെയോ ഞാൻ കള്ളനെ പോലെ വരും ഏത് നാഴികയ്ക്ക്. അവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത് വരുന്ന നാഴികയ്ക്കാണ്. ഞാൻ രാത്രി 12 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണോ കള്ളൻ വരുന്നത്? അല്ല. കള്ളന് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച് കള്ളൻ വരുന്നത് പോലെ കർത്താവിൻ്റെ വരവിൻ്റെ നാൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവല്ല കള്ളനെ പോലെ വരുന്നത്, പിന്നെയോ കർത്താവിൻ്റെ വരവിൻ്റെ നാളാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്തൊരു ഉദാഹരണം. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുകയും മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളൊക്കെയും വെന്തു പോവുകയും ചെയ്യും. അവിടെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവ് കള്ളനെ പോലെ വരുമെന്നല്ല, കർത്താവിൻ്റെ
ദിവസമോ കള്ളനെ പോലെ വരും. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24:36. അതുകൊണ്ട് വചനം എന്താ പറയുന്നത്? ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ആ നാളും നാഴികയാണ് നമുക്കറിയാൻ വയ്യാത്തത്. ആ നാളും നാഴികയാണ് കള്ളനെ പോലെ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ നാളും നാഴികയെ സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ നാളാണ് എന്ത് ചെയ്തത്? കള്ളനെ പോലെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്നൊരു സംശയം, അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവ് എങ്ങനെയാ വരുന്നത്? കള്ളനെ പോലെ അല്ലെങ്കിൽ? നമ്മൾ പാടാറുണ്ടല്ലോ, കർത്താവു താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം വിശുദ്ധന്മാർക്ക്, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം വിശുദ്ധന്മാർക്ക്. കർത്താവ് എങ്ങനെയാണ് വരുന്നത്? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവീൻ. തിരുവചനം വളരെ 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 വ്യക്തമാണ് പ്രിയമുള്ളവരെ. കർത്താവ് എങ്ങനെ വരുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും, 10 ഒളിച്ചൊന്നുമല്ല, ഗംഭീരനാദത്തോടെ 4 പേരറിഞ്ഞ്, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാ വരുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. നോക്കിക്കേ, ഇച്ചിര ഒച്ചയും ബഹളവുമായിട്ടാണ് വരുന്നത്. അല്ല 10 ഒളിച്ചും ഒന്നുമല്ല കർത്താവ് വരുന്നത്. കർത്താവിന് അങ്ങനെ വരേണ്ട ഒരു കാര്യവുമില്ല. ഏതു കണ്ണും അവിടുത്തെ കുത്തി തുളച്ചവരും അവിടുത്തെ കാണത്തക്ക മണ്ണാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ രഹസ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എന്തിനാ ഗംഭീരനാദം? രഹസ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എന്തിനാ പ്രധാന ദൂതന്റെ ശബ്ദം? ആരും കാണാതെ പതുങ്ങിയ വരുന്നതെങ്കിൽ എന്തിനാ ദൈവത്തിൻ്റെ കാഹളം? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് വരുന്നത്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പരസ്യമായിട്ട് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. വെളിപ്പാട് 6:5 ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ദാസന്മാരും സകല സ്വതന്ത്രനും മലപ്പാറകളിലും ഗുഹകളിലും ഒളിച്ചുകൊണ്ട് എന്തു പറയും? മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീനെന്ന് പറയും. അപ്പം ആരും കാണാതെ സീക്രട്ടായിട്ട് ഒളിച്ചും പാത്തും വന്ന് വിശുദ്ധന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ്? ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ സകല ദാസനും സ്വതന്ത്രനും എന്ത് ചെയ്യും? മലപ്പാറകളോടും ഗുഹകളോടും എന്താണ്? ഞങ്ങളെ മറപ്പീൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും അവിടുത്തെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീനെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ 2ാമത്തെ വരവിൻ്റെ രീതി എല്ലാവരും കാണത്തക്കവണ്ണം നമ്മുടെ കർത്താവ് വരും. കർത്താവിന് ഒളിച്ചും പാത്തും വരേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ അവിടുന്ന് പോയി നമുക്ക് സ്ഥലമൊരുക്കിയാൽ അവിടെ നിന്നിരിക്കുന്ന ഇടത്ത് നാമം ഇരിക്കേണ്ടതിന് പിന്നെയും നമ്മളെ ചേർത്തുകൊള്ളും. ഈ ഭൂമിയിലല്ല ചേർക്കുന്നത്. അങ്ങനെ ഒരു പഠിപ്പീരുണ്ട്. യേശു എന്താ പറഞ്ഞത്?
ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. എങ്ങോട്ടാ പോയത്? ഭൂമിയിലോട്ടാണോ? അല്ല, സ്വർഗത്തിലേക്കാ പോയത്. ഞാൻ പോയി സ്വർഗാരോഹണം ചെയ്തു എന്നാ പറയുന്നത്. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, സ്വർഗത്തിലേക്കാ പോയത്. എന്തിനാ പോയത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 1000 ആണ്ട് വാഴ്ചയുണ്ട്. അതെവിടാ? അത് ഈ ഭൂമിയിലല്ല. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയ സ്ഥലത്താണ് ഇരുത്തുന്നത്. മണ്ടത്തരങ്ങൾ പലതും ലോകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തക പ്രകാരം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തികൾ 1:9 മുതൽ 11 വരെ. അപ്പോസ്തലപ്രവൃത്തികൾ 1:9 മുതൽ 11 വരെ. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവിടുന്ന് ആരോഹണം ചെയ്തു. ഒരു മേഘം അവിടുത്തെ മൂടിയിട്ട് അവിടുന്ന് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവിടുന്ന് പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അരികെ നിന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവർ കാണെ, ശിഷ്യന്മാർ കാണെ ആരോഹണം ചെയ്തു. അവിടുന്ന് പോകുമ്പോൾ ഒരു മേഘം യേശുവിനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവർ കണ്ണുകൊണ്ട് കണ്ടു പോകുന്നത്. അപ്പോഴാ 2 പുരുഷന്മാർ, ദൂതന്മാർ അവിടെ നിന്നിട്ട് ഗലീല പുരുഷന്മാർ പറയാണ്, ഗലീല പുരുഷന്മാർ, നിങ്ങൾ എന്തിനാണ് ഞാൻ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങൾ യേശുവിനെ അങ്ങോട്ട് പോകുന്നത് പോലെ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും. അപ്പോൾ നമുക്ക് സംശയത്തിന് യാതൊരു വകുപ്പുമില്ല. ഒളിച്ചും പാത്തും അല്ല വരുന്നത്, അങ്ങോട്ട് പോയതുപോലെ തന്നെ ഇങ്ങോട്ടും വരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിൻ്റെ നാൾ അടുക്ക സമയമായിരിക്കുകയാണ്. നമ്മൾ ലോക ചരിത്രത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് ജീവിക്കുന്നത്. നാം കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന സംഭവ വികാസങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഇന്നത്തെ വഷളത്വം നിറഞ്ഞ തലമുറ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ലോത്തിന്റെ കാലഘട്ടത്തെക്കാൾ, നോഹയുടെ കാലഘട്ടത്തെക്കാൾ അത്യധികം വഷളത്വവും മ്ലേച്ഛതയും പെരുകിയിരിക്കുന്ന ഇന്നത്തെ തലമുറ യേശുവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ വഷളത്വത്തിലും വളരെ മ്ലേച്ഛതയിലും ഇന്നത്തെ ലോകം കൂപ്പുകുത്തി കിടക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവിടുന്ന് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്നത്തെ തലമുറ എങ്ങനെയിരിക്കുന്നു? ഇന്നത്തെ തലമുറയുടെ പോക്കങ്ങോട്ടാണ്? ദൈവത്തോടും ദൈവവചനത്തോടും വല്ല കൂറുമുണ്ടോ? ഇന്ന് ദൈവാലയങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടോ ആരാധിപ്പാൻ? യൗവനക്കാരെവിടെ? വഷളത്വത്തിൽ ജീവിക്കുന്ന തലമുറ. ഇതുപോലെ അധർമ്മം പെരുകിയ കാലഘട്ടം, വഷളത്വം പെരുകിയ കാലഘട്ടം യേശുവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നാം കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? നല്ല പ്രഭാതത്തിൽ തീരുമാനമെടുക്കാം, കർത്താവേ, അവിടുത്തെ വരവിനായിട്ട് ഞാൻ ഒരുങ്ങുവാൻ. എങ്ങനെയാ ഒരുങ്ങേണ്ടുന്നത്? നല്ല സാരിയും ബ്ലൗസും നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടാന്ന് ഒരുങ്ങുന്നതല്ല. അത് വേണ്ടെന്നല്ല, വേണം. പിന്നെ എങ്ങനെ ഒരുങ്ങേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ലോകത്തിൻ്റെ വഴികളിൽ, മദ്യപാനത്തിൽ, ലോകത്തിൻ്റെ വെറിക്കുത്തുകളിൽ, ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ, ലോകത്തിൻ്റെ എല്ലാവിധ മ്ലേച്ഛതകളിലും കിടക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, വചനം പറയുന്നു, നീ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ നാമം വിളിച്ച് രക്ഷിക്കപ്പെടണം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മാനസാന്തരപ്പെടണം. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. തളുപ്പും കുടച്ചിലും ശിശു സ്നാനമൊന്നുമല്ല. യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ച് ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങേണ്ടത്. വേർപാടുമുള്ള ജീവിതം നയിച്ചാൽ കർത്താവിൻ്റെ വരവേൽക്കൽ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നല്ലോ, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന ശബ്ദം കേൾപ്പാനിടയായിത്തീരും. അല്ലെങ്കിൽ ദുഷ്ടദാസനെ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോയിക്കൊള്ളുവീൻ എന്നുള്ള ശബ്ദം കേൾക്കേണ്ടി വരും. ഏത് വേണം? തീരുമാനമെടുക്കുക. കർത്താവിനോടുകൂടെ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമെങ്കിൽ നല്ല തീരുമാനങ്ങളെ എടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും പല ആവശ്യങ്ങളുള്ള പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ട്. രോഗികൾ പലരും കേൾക്കുന്നുണ്ട്. കിടക്കയിൽ കിടന്നുകൊണ്ട് പലരും കേൾക്കുന്നുണ്ട്. കഷ്ടതയിലും കണ്ണുനീരിലും നെടുവേർപ്പിലും മാനസിക സംഘർഷങ്ങളിലും തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങൾ നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഞാനവിടുത്തെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ശരിയായ സ്നാനമേറ്റ്
ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു, അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തെ കളിപ്പിക്കാനുള്ള പ്രാർത്ഥനകളൊന്നും വിലപ്പോകത്തില്ല. അതുകൊണ്ട് നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ചേർന്ന് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം കടന്നു വരുമെന്ന് തിരുവചനത്തിലൂടെ അടിയങ്ങളെ ഒരിക്കൽ കൂടെ ഓർപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അവിടുന്ന് കള്ളനെ പോലെയല്ല, അവിടുത്തെ വരവിൻ്റെ ദിവസമാണ് കള്ളനെ പോലെ വരുന്നതെന്നും അവിടുന്ന് എല്ലാവരും കാണത്തക്ക വരുമെന്നും അടിയങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം. അന്ന് അവിടുത്തെ വരവെങ്കിൽ ലജ്ജ കൂടാത്ത മുഖത്തോടെ കർത്താവിനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ അടിയങ്ങൾ എല്ലാവരും കാണപ്പെടുവാൻ തക്കൊണ്ട് സഹായിക്കണമേ. നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ, കടഭാരങ്ങളിലിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ. ജീവിതത്തിൻ്റെ ആകുലതകളിലും ആശങ്കകളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകണമേ. എല്ലാവിധ അനുഗ്രഹത്താലും പ്രിയമക്കളെ നിറയ്ക്കണമേ. അവിടുത്തെ വരവിനായിട്ട് അടിയങ്ങളെല്ലാം ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ